ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത, ഡൽഹിയിലെ വമ്പൻ പരാജയത്തിന് ശേഷം ആം ആദ്മി പാർട്ടി വളരെയധികം പരിങ്ങലിലാണ്. ആം ആദ്മി പാർട്ടിയുടെ മുഴുവൻ MLA-മാരെയും, പഞ്ചാബിലുള്ള MLA-മാരെയും നാളത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മരവിപ്പിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലേക്ക് അടിയന്തര യോഗത്തിനായി വിളിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഭയചകിതനായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതേസമയം കോൺഗ്രസ് MLA-മാരെ എല്ലാവരെയും ഇപ്പോൾ റിസോർട്ടിലേക്ക് മാറ്റാനുള്ള നീക്കം നടക്കുകയാണ്. BJP അപ്രതീക്ഷിതമായി പഞ്ചാബിൽ കളത്തിലിറങ്ങിയതോടുകൂടിയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വലിയ രീതിയിൽ പരിങ്ങലിലായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ 30 MLA-മാർ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരാനുള്ള നീക്കം നടത്തുകയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ BJP കളത്തിലിറങ്ങിയതോടുകൂടി കോൺഗ്രസിന്റെ ആ നീക്കം തവിടുപൊടിയായിരിക്കുന്നു. BJP അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് BJP-യിലേക്ക് വന്നിരുന്നു. ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ നിന്ന് MLA-മാരെ BJP-യിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് കോൺഗ്രസിന് ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റിയേക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. പോരാത്തതിന് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവത് സിംഗ് മാൻ, അദ്ദേഹം അമിത്ഷായുമായി വളരെയധികം നല്ല ബന്ധമാണുള്ളത്. എന്നാൽ അമിത്ഷായുമായി അദ്ദേഹം പലപ്പോഴായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ഒരു ബന്ധം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും BJP-യിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. കൂറുമാറ്റ ഊഹാപോഹങ്ങൾക്കിടയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇവരെ എല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നേരത്തെ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ നിന്ന് മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. കാരണം കെജ്രിവാളിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനമാണ്, അത് പഞ്ചാബിലെ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാമെന്ന് കെജ്രിവാളിനുണ്ട്. ഇനി പഞ്ചാബ് മാത്രമേ ഉള്ളൂ ഇവർക്ക് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആം ആദ്മിയുടെ MLA-മാർ മറ്റു പാർട്ടികളിൽ ചേരാൻ തയ്യാറാണ് എന്ന് പരസ്യമായ രഹസ്യമായി മാറിയിരിക്കുന്നു. MLA-മാരുടെ എല്ലാ ജോലികളും ചൊവ്വാഴ്ചത്തേക്കുള്ളത് റദ്ദാക്കിയിരിക്കുന്നു എന്നും നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഫെബ്രുവരി 6-ന് നടക്കേണ്ടിയിരുന്ന പഞ്ചാബ് മന്ത്രിസഭാ യോഗം നേരത്തെ ഫെബ്രുവരി 10-ലേക്കാണ് മാറ്റിവെച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് ഫെബ്രുവരി 13-ലേക്ക് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു. ഡൽഹിയിലെ തോൽവിക്ക് ശേഷം പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ പഞ്ചാബിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് പഞ്ചാബിൽ നേരത്തെ തിരഞ്ഞെടുപ്പ് നടക്കും എന്നൊരു അവകാശവാദവും അതിനിടയിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതും കെജ്രിവാളിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ ഇടക്കാല തിരഞ്ഞെടുപ്പിനുള്ള സാധ്യത തുടങ്ങുന്നു, നിങ്ങൾ തയ്യാറായിരിക്കുക എന്ന് ഗുർദാസ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് MP സുഖ്ജീന്ദർ സിംഗ് രന്ധാവ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചാബ് ഇടക്കാല തിരഞ്ഞെടുപ്പിന് തയ്യാറായിരിക്കണം, ഈ സർക്കാർ വീഴാൻ പോവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പഞ്ചാബിലെ AAP MLA-മാരുടെ സംഘം പിരിച്ചുവിടപ്പെടും. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ കുറഞ്ഞത് 35 MLA-മാരെങ്കിലും പാർട്ടി മാറാൻ തയ്യാറാണ്. ഈ വർഷം മദ്യ കുംഭകോണത്തിന്റെയും നെല്ല് സംഭരണത്തിന്റെയും മിനിമം താങ്ങുവില അഴിമതിയുടെയും രൂപത്തിൽ പുറത്തു വന്ന പഞ്ചായത്തിൽ AAP നടത്തിയ അഴിമതിയും ഡൽഹി ഫലങ്ങളിൽ പ്രതിഫലിച്ചു. പഞ്ചാബിൽ AAP നടത്തിയ അഴിമതിയും ഡൽഹി ഫലങ്ങളിൽ എടുത്തറിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയെല്ലാം പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതേസമയം ലുധിയാനയിൽ നിന്ന് കെജ്രിവാൾ മത്സരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്ന് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം വാർത്ത കൊടുത്തിരുന്നു. തോൽവിക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ ആ നീക്കത്തിന് തന്നെ പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് പോകേണ്ടി വരും. എന്തായാലും 2030-ലോ 2028-ലോ ആണ് പഞ്ചാബിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുവരെ കെജ്രിവാളിന് പിടിച്ചു നിൽക്കാനും സാധിക്കില്ല. എന്തായാലും പഞ്ചാബിലെ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. അതിനിടയിൽ മുഴുവൻ MLA-മാരെയും കെജ്രിവാൾ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുന്നു. കോൺഗ്രസ് തങ്ങളുടെ MLA-മാർ ചോർന്നു പോകാതിരിക്കാനായി അവരെ റിസോർട്ടിലേക്ക് മാറ്റാനുള്ള നീക്കം തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആലോചന തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.